வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட மாம்ஸ் பாஸ் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். அது போக என் கசின் நியூ என்ட்ரி டு த ஃபேமிலி விஜய் ஃப்ரம் கும்பகோணம். ஓகே, எல்லாரும் பார்ட் 1 பார்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாமா? போயிடலாம். എന്താ വക്കീലേ, നിങ്ങൾക്കൊരു കേസ് പിടിച്ചു തരാന്ന് വെച്ചാ ആ ഫോണൊന്നും എടുത്തൂടെ? കട്ട് பண்ணது ഇവர்தானே? നമ്മുടെ മരപ്പാലത്തിനടുത്ത് വെച്ച് നടന്ന ഇടിയ ചെക്കൻ്റെ ഓട്ടോ കൺട്രോൾ തെറ്റി ഒരു മരത്തിലിടിച്ചെന്നാ വിറ്റ്നസ് പറഞ്ഞത്. താനൊരു വക്കാലത്ത് ഫയൽ ചെയ്യ്, ഒരു 2-3 ലക്ഷം രൂപയുടെ ക്ലെയിം. പക്ഷെ കിട്ടുമ്പോ മൊത്തത്തിൽ അടിച്ചു മാറ്റരുത്. ഞങ്ങളുടെ ഷെയർ മറക്കണ്ട. പയ്യന്റെ പേരെന്താന്ന് പറഞ്ഞേ? തൗഫീഖ്. റൈറ്റ് ഐബ്രോയിലും ചെവിയിലും ചതവ്, റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ, മൾട്ടിപ്പിൾ ബ്രൂസസ് എസ്പെഷ്യലി ഓൺ ദ ഫേസ്. ആക്സിഡന്റ് അല്ല. ஓகே, இவன் எதுவும் நல்லதுக்காக சொல்லல, அவங்ககிட்ட இருந்து எக்ஸ்ட்ரா காசு வாங்க சொல்லிட்டு அதான் இவங்க தான் அடிச்சிருக்காங்க. ഇവനെ കസ്റ്റഡിയിലിട്ട് നല്ലതാണ് അങ്ങല്ലേ. பல கேஸ் அட்டன் பண்ணி அவனுக்கு எல்லாமே தெரிஞ்சு போச்சு. இப்போ പൊക്കിയത് ചെക്കൻ്റെ വണ്ടിക്കാണെങ്കിൽ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യണ്ടായില്ല. ലൈറ്റ് വർക്ക് ചെയ്യേണ്ട വന്നപ്പോൾ ഉണ്ടായ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സംഭവം. പിന്നെ ഇതങ്ങ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാനടക്കം സസ്പെൻഷനിലാവും. അയ്യോ, ഓടിക്കാൻ വേണ്ടി തിരിച്ചല്ലെന്നേ. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് എല്ലിന് ഉറപ്പ് കുറവാ. ഫാസ്റ്റ് ഫുഡല്ലേ കഴിക്കുന്നേ. ഒന്ന് തിരിച്ചേ ഉള്ളൂ കേട്ടോ. பாவிகளா. താനൊരു വക്കാലത്ത് ഫയൽ ചെയ്യും. വല്ല കാർ ഇടിച്ചതോ ഓട്ടോ ഇടിച്ചതോ എന്തെങ്കിലും ആക്ക്. എന്റെയും ജോസഫിന്റെ ഷെയർ വേണ്ട. പിന്നെ ആ ചെക്കൻ എന്തെങ്കിലും കൊടുക്കണം. ഒരു പാവാ. மீனாட்சி கிட்ட போயிட்டு அந்த டாக்டர் பீட்டர் விட்டுட்டு இருக்கான். ഇതാ റിസൾട്ട് വന്നോ? ബ്ലഡിന്റെ വന്നു. പൊസസീവാണ് സൈക്കോപാത്ത്. எங்க பேரு മീനാക്ഷിയുടെ PSC എക്സാമിന്റെ റിസൾട്ട് വന്നോ? ഓ അതോ, അത് കിട്ടില്ല ഡോക്ടറെ. இவனுக்கு ஒரு பாம்பு தூக்கி போட்டு வேண்டியதான். എടാ ഉണ്ണി, ഈ കേസ് വിട്ടേക്കട്ടോ. കസ്റ്റഡി വിടണോ? ഇതെങ്ങനെ പുറത്തെറിഞ്ഞാ പിന്നെ വള്ളിക്കെട്ട് പണിയാ. റോബി, നീ നേരെ ക്യാൻറ്റീനിലേക്ക് ചെല്ലാം, ഞാൻ വന്നേക്കാം. ആക്ച്വലി എനിക്കും PSC എഴുതാൻ പ്ലാൻ ഉണ്ട്. സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ എന്തിനാ വെറുതെ ഗവൺമെന്റ് ജോലിയൊക്കെ? അതിന് എന്റെ ഹോസ്പിറ്റലല്ലോ, എന്റെ ഡാഡിയുടെ ബേബി ഇന്ന് ലഞ്ചിന് പോകുന്നില്ലേ? ഓംലെറ്റ് ഇപ്പൊ തീരും. ആണോ? ഒരുപാട് ടൈം എടുക്കും. ഡി, നീ ഒന്ന് വേഗം വന്നേ. ദേ ഓംലെറ്റ് തീരുന്നു. ടെക്നിക് தெரிஞ்ச പോയാ. ഞാൻ നേരത്തെ അയച്ചു. മീനാക്ഷി പ്ലീസ് ഗോ ഹെഡ്, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഈ ഡോക്ടർ നിന്നെയും കൊണ്ടേ പോവും. അതിന് ഞാൻ പോയിട്ട് വേണ്ടേ? ഡോക്ടർക്ക് മീനാക്ഷി ഇഷ്ടമാണല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ഡോക്ടർ മീനാക്ഷിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ചിരിയൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഷീസ് വെൽ മാനേർഡ്, വെൽ ബ്രോട്ട് അപ്പ്. പക്ഷെ മീനാക്ഷിക്ക് ഇഷ്ടം തന്നെ. ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി സർവീസസിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മീനാക്ഷിയെ ഞാൻ നൈസായിട്ട് ഇഗ്നോർ ചെയ്തോളാം. ഓക്കെ അല്ലേ? ഇവ ഒന്ന് മാനം കെട്ടോ പോവാ. മീനാക്ഷിയെ തന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഷീസ് ഹൈലി സെൽഫ് മോട്ടിവേറ്റഡ്, സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് ഇൻഡിപെൻഡന്റ്. അങ്ങനെ ഒരാൾക്ക് നിന്നോടൊക്കെ എന്തെങ്കിലും തോന്നണമെങ്കിൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. ഒരുത്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നശിച്ച മൊമെന്റിൽ തൂമ്പ് കയറ്റി കളിക്കുന്ന നിന്നെ പോലെ ഒരുത്തനൊക്കെ കോമൺ സെൻസ് ഉള്ള ഒരു പെണ്ണും കൺസിഡർ ചെയ്യില്ല. നമുക്ക് ഇതോടെ ഇല്ല, നിർത്താം. അതുകൊണ്ട് ഈ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ പാവം കക്ഷികളോട് മതി, എന്നോട് വേണ്ട. காரியம் ஆவறதுக்காக என்னென்ன பண்றான் பத்தியாங்க. ജ്യോതി, ഞാൻ കൊള്ളാത്തോണ്ടാണ് അവൾ എന്നെ വിട്ടിട്ട് പോയത്. നെവർ. അവൾ എന്നെ വിട്ടിട്ട് പോയത്. ഐ ലെഫ്റ്റ് her. Or did she? What a psychopath. Oh shit. She's getting married. Radhakrishnan Iyer, IAS officer, well-off family, middle finger IAS? കാണിക്കും. No, I can't let this happen. Ring finger പിടിക്കുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? இவரு ഇത്തവണ നമുക്ക് കരിമൂർഖനെ ചാക്കിലാക്കാം. എന്നിട്ട് എല്ലാത്തിനും അങ്ങ് തട്ടിയാലോ? യെസ്, വിൻസെന്റ് ഡോക്ടർ, ജ്യോതി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആനി, എല്ലാവരെയും തട്ടാം. അത് വേണ്ട. കുറെ പേരെ അടുപ്പിച്ച് ചത്ത പോലീസിന് ചിലപ്പോ സംശയം തോന്നും. അപ്പൊ മുന്നോട്ട് പോയില്ലെങ്കിലോ? ஒரு செத்தாலும் படம் ஃபுல்லா வர போறாரு நினைக்கிறேன், எனக்கு தெரிஞ்ச இந்த மாதிரி. തോക്കുന്നതിനേക്കാളും ഭേദം ചത്തു തൊലയുന്നതാ. വക്കീലത് മറക്കണ്ട. അടുത്തതായി അഡ്വക്കേറ്റ് മുരളി വേണു വക്കീലിനെ ഓർക്കുന്നു. നമ്മുടെ അസോസിയേഷനിലെ വളരെ പ്രധാനപ്പെട്ട മെമ്പറായിരുന്നു അഡ്വക്കേറ്റ് വേണു. നമുക്കെല്ലാം അറിയുന്ന പോലെ സത്യസന്ധനും സ്വന്തം കക്ഷികളോട് വാത്സല്യം കാത്തു സൂക്ഷിച്ചിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു വേണുവേട്ടൻ. കോളേജിൽ ഞങ്ങളുടെ വക്കീൽ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, കോൺട്രാക്ട് തനിക്ക് ഞാൻ തരില്ല. നാളെ ഞാൻ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്യാൻ പോവാ. ഇൻഷുറൻസ് ബ്രാഞ്ച് മാനേജർ, പർട്ടിക്കുലർലി ആക്സിഡന്റ് കേസസ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജർ, ഹോസ്പിറ്റൽ സെക്യൂരിറ്റി സർവീസസിന്റെ കോൺട്രാക്ട് ഹോൾഡ് ചെയ്യുന്നതിന് അഗൻസ്റ്റ് ആയിട്ട്
ലീഗലി കോൺട്രാക്ട് മാഡത്തിൻ്റെയോ വേണു വക്കീലിൻ്റെയോ പേരിലല്ലെന്ന് എനിക്കറിയാം. പക്ഷേ കോൺട്രാക്ട് പിടിച്ച എമൗണ്ടിൻ്റെ സോഴ്സ് കോടതി പരിശോധിച്ചാൽ ആനി കുറച്ച് ബുദ്ധിമുട്ടും. ഈ കേസിൽ ഞാൻ ഭാരത് ഇൻഷുറൻസിനെ കക്ഷി ചേർക്കും. ഭർത്താവിൻ്റെ കേസ് ഭാര്യ സെറ്റിൽ ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ക്ലോസിന് അഗൻസ്റ്റാണ് മാഡം. അതിന് വേണുവേട്ട ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളൊന്നും ഞാൻ സെറ്റിൽ ചെയ്തിട്ടില്ല. വക്കീലിന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എനിക്കറിയാം ഭാരത് ഇൻഷുറൻസിൽ ഫയൽ ചെയ്ത എല്ലാ കേസസും വേണു വക്കീലിൻ്റെ ജൂനിയേഴ്സിൻ്റെ പേരിലാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ കോടതിക്ക് മനസ്സിലാകാൻ വലിയ വാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇൻ കേസ് കോടതിക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കേസിലെ എല്ലാ പെറ്റീഷനേഴ്സിനെയും ഞാൻ ഹാജരാക്കും, മണിയെ സാക്ഷിയാക്കും. ഇതൊക്കെ വെറും നുണയാന്ന് ആനി മാഡത്തിന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ആനി മാഡം മുമ്പ് സെറ്റിൽ ചെയ്തിട്ടുള്ള ക്ലെയിംസ് പരിശോധിക്കാൻ കോടതി ഓർഡർ ഇടും. ആനി കൂട്ടുന്നു. மணி வேற இவங்க சைட்ல இருக்கான்ல, அவனுடைய ஒரு 5 லட்சம் தரேன்னு சொன்னா போய் எதிர்ப்பு நின்றுவான். அவ்வளோதான். ആണോ? ഭാരത് ഇൻഷുറൻസിൽ ആദ്യ അസിസ്റ്റന്റ് മാനേജർ, പിന്നെ ബ്രാഞ്ച് മാനേജർ, ഇനിയും പ്രൊമോട്ടായ ഡിവിഷൻ ഹെഡ്. പക്ഷെ ഞാൻ ഈ റിട്ട് ഫയൽ ചെയ്ത കമ്പനി മാഡത്തിനെ പുറത്താക്കും. സെക്ഷൻ 405 ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, 7 വർഷം വരെ തടവ്. ഇന്ന് ആനി ഒറ്റയ്ക്ക, കൂടെ ഭർത്താവില്ല. ആനിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന മക്കൾ, അവരുടെ ഭാവി, യുവർ കരിയർ. ഇറ്റ്സ് യുവർ ഡിസിഷൻ ആനി. பயங்கரமான இல்லைங்கப்பா. அவங்க தாத்தாவை போட்டு தெளிவுன்னு எதிர்பார்க்கல. വക്കീലേ, കസ്റ്റഡി പീഡനം കുറച്ച് റിസ്ക് ഉള്ളതാണ്. പക്ഷെ ഞാൻ ഫയൽ ചെയ്യാം. ഇനി മുതൽ സാറിന്റെ സർക്കിളിൽ വരുന്ന എല്ലാ ആക്സിഡന്റ് കേസസും ഞാൻ അപ്പിയർ ചെയ്യും. അല്ല, അതിന് കക്ഷികളല്ലേ വക്കീലെ ഡിസൈഡ് ചെയ്യാ. ഞാൻ പറഞ്ഞാൽ സമ്മതിക്കും. സമ്മതിപ്പിക്കണം. ஐயோ, സമ്മതിപ്പിക്കാം. മണി, ചെക്കൻ എണീക്കുമ്പോൾ കിട്ടാൻ പോകുന്ന കാശ് എത്രയെന്ന് പറഞ്ഞ വക്കാലത്ത് മേടിച്ചേക്കും. ആ സെബാഡി ഡോക്ടറെ കയ്യിൽ നിന്ന് വൂണ്ട് സർട്ടിഫിക്കറ്റ്. மணி ചെക്കൻ്റെ ഓട്ടോ എവിടെയാ? தண்ணிக்குள்ளையா? മരത്തിലിടി പോരെ വക്കീലേ. work in progress. ഒന്നും കൂടെ ആലോചിച്ചിട്ട് വരെ. കേസ് ഞാനല്ലേ വാദിക്കുന്ന റോബി. ഞാൻ ഡിസൈഡ് ചെയ്തോളൂ. നീ പോയി ഓട്ടോ തള്ളു. இங்கே போய் எக்ஸ்ட்ரீமா மாட்ட போறான். அந்த பாயிண்ட் தான் எங்கன்னு தெரியல. കൽപ്പറ്റയിൽ നിന്നും ബത്തേരിക്ക് പോകുന്ന വഴി മുട്ടിലിട റോഡിൽ റൈറ്റ് സൈഡ് ചേർത്ത് വീഴ്ത്തണം. പാതി പണി കഴിഞ്ഞ കലുങ്കിനടുത്ത് വെച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന KL12 H6658 നമ്പർ ഓട്ടോ പടിഞ്ഞാറ് നിന്നും കിഴക്ക് ഭാഗത്തേക്ക് വന്ന KL12 F1177 നമ്പർ ബൈക്കിലിടിച്ച് കലുങ്കിലേക്ക് ചെരിഞ്ഞാണ് അപകടമുണ്ടായത്. പണി നടക്കുന്നുണ്ടെന്ന് അറിയിക്കുന്ന തരത്തിലുള്ള നൈറ്റ് റിഫ്ലക്ടറോ ബോർഡോ ഒന്നും സ്പോട്ടിലുണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലാമ്പും വർക്ക് ചെയ്തിരുന്നില്ല. அநியாயம் பண்றானுங்க. நியாயம் பண்றான். திடீர்னு 36 வயசுல இவ்வளவு கிரிமினலா இருக்குமாண்ணா? யாராண்ணா ഇത്ര വർഷം എന്താ കാര്യം പോലെ മനസ്സിലാക്കി കൊടുത്തപ്പോൾ വേണു വക്കീലിന്റെ ജൂനിയറിന്റെ പേരിലുണ്ടായിരുന്ന സെക്യൂരിറ്റി കോൺട്രാക്ട് ആനി മാഡം എനിക്ക് അങ്ങ് എഴുതി തന്നു. പിന്നെ മാഡം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓഫീസിൽ കയറി ഇറങ്ങാൻ പറ്റില്ല. ഇനിയുള്ള ക്ലെയിംസിന്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പ് ചെയ്യുള്ളൂ. പാസ്സാക്കി തരണം. ஐயோ, செக்யூரிட்டி ஃபுல் கண்ட்ரோல் எடுத்துட்டான். நீ எல்லாம் வாங்குவன். ஏன்னா புஷ்பாவோட பயங்கரமா இருக்கேன். ഇവിടുത്തെ പേഷ്യൻസിന്റെ വക്കാലത്തിന് വേണു വക്കീൽ തന്നതിനേക്കാളും ഡബിൾ. സാറേ, ICUവിന്റെ ഭാഗത്ത് ഇപ്പോൾ അഡീഷണൽ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലാ കൂടുതൽ, പുറത്താകെ എൻട്രൻസിന്റെ അവിടെ എമർജൻസിയുടെ അവിടെ മാത്രമേ ഉള്ളൂ. മീനാക്ഷിക്ക് CCTVയുടെ ആക്സസ് ഉണ്ടോ? എന്തിനാ ആക്സസ്? പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എത്തി നോക്കിയാൽ പോരെ. അങ്ങനെയാണെങ്കിൽ CCTV കട്ട് ചെയ്തേക്കാം. ലൈഫ് ഫീഡ് ഓഫ് ചെയ്യണ്ട, സംശയം തോന്നും. இப்ப மீனாட்சி இவனை லவ் பண்ணதே இல்லையா? தெரியல. ஆனா மீனாட்சி பிடிச்சிருக்கு இவனை. இவன் போய் டாக்டர் கிட்ட டீல் போட்டான் பத்தியா? வரட்டுத்தனமான எழுப்பா. யாரு? ஃப்ரெண்டு தான். அவனுக்கு ஏதோ சரிப்பட்டே வரல. பயந்து போயிட்டு இருக்கான். பயங்கரதை விட ஃப்ரெண்ட்ஷிப்காக அப்படி பண்றான்னு நினைக்கிறேன். വേണു വക്കീൽ പിടിച്ചാ ബ്രെയിൻ ഹെമറേജ് ഞാൻ പേര് ചെയ്തോട്ടെ. എല്ലാ കേസും നീയല്ല പേര് ചെയ്യുന്നത്. ഒരെണ്ണം ഞാനും പേര് ചെയ്യട്ടെ. ഇവനുക്ക് ആശ வந்துருச்சு. കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ ഒരു വക്കീലിന് വേണ്ട മിനിമം ക്വാളിറ്റി എന്താണെന്ന് നിനക്കറിയാം. ഓക്കെ. കേസ് വേണമെന്നുണ്ടെങ്കിലേ നീ ആദ്യം ഒരു വക്കീലിനെ പോലെ ഡ്രസ്സപ്പ് ചെയ്യാൻ പഠിക്കും. தெரிஞ்சதோட பேருவான்னு நினைக்கிறேன். ഇഫ് യു വാണ്ട് റെസ്പെക്ട് യു മസ്റ്റ് ലുക്ക് റെസ്പെക്റ്റബിൾ. വായി നാട്ടം സഹിക്കാൻ പറ്റുന്നില്ല റോബി. പല്ലെങ്കിലും മര്യാദയ്ക്ക് തേച്ചൂടെ? Cross the line. വക്കീലെ, അങ്ങനെ തരില്ല എന്നാ പറയണത്. എന്ത്? തൗഫീഖിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ്. സെബാഡി ഡോക്ടറോ?
സെബാട്ടി ഡോക്ടർ എന്തോ ഫിസ്റ്റലുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് ലോങ് ലീവിലാ. ഇത് മറ്റേ വിൻസൻ ഡോക്ടർ. അങ്ങേര് പറഞ്ഞത് ആക്സിഡന്റ് അല്ലെന്നാ. നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ നോക്കിയാലോ? അതെങ്ങനെ ശരിയാവും? ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഒക്കെ ഇവിടുത്തെ അല്ലേ? ചുമ്മാ മണ്ടത്തരം പറയല റോബി. അന്തം ഗുണാപ്പി. ആ ഡോക്ടർ, എനിക്ക് അർജന്റായിട്ട് ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് വേണം. ഞാൻ മണി നേരെ വീട്ടിലേക്ക് വിടാം. ഡോക്ടറെ സൈൻ ചെയ്തിട്ട് എവിടെ ഇങ്ങനത്തെ തേർഡ് റേറ്റ് ലോയേഴ്സ് ഇവിടെ നടന്ന് കളിച്ച് അത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ എഫക്ട് ചെയ്യും. ഫൈനലി അത് ഇവിടുത്തെ ഡോക്ടേഴ്സിന്റെ കരിയേഴ്സിനെ ബാധിക്കും. പക്ഷെ എനിക്ക് പ്രൊഫഷൻ അങ്ങനെയല്ല. ഓ MLA And you know that well. Daddy, please. സെക്യൂരിറ്റി അങ്ങനെ சொன்னாங்கல்ல. ഡോക്ടർ ഉണ്ട്. എന്ത് കോൺഫിഡൻസിലാ ഐസിയുലേക്ക് ഒരു വക്കാലത്ത് മേടിക്കുന്നത്? ആ വക്കീലെവിടെ? ഹലോ സർ, മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. ഓർമ്മയില്ലേ? താനോ? അതെ സർ. ഹൗ ഡു യു? സുഖമായിരിക്കുന്നോ? വക്കീലെ, ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇവന് വേണ്ടിയാ. പിന്നെ ഹോസ്പിറ്റൽ റിസ്ക് ഏർപ്പാടാ. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കും. അത് വേണ്ട. ഹോസ്പിറ്റൽ സെക്യൂരിറ്റിയെ കൊണ്ട് വക്കാലത്ത് മേടിപ്പിക്കുന്ന പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. സാർ പറഞ്ഞത് കറക്റ്റാ. ഹോസ്പിറ്റൽ ഒരു റിസ്കി ബിസിനസ്സാ. പക്ഷെ ഇത്രയും റിസ്ക് ഉള്ള ഒരു ബിസിനസ് സാർ എന്തിനാ കണ്ടിന്യൂ ചെയ്യുന്നത്? സാറിന്റെ ഷെയർസ് ഒക്കെ വിറ്റൂടെ? അല്ലെങ്കിലും ഹെൽത്ത് ഇൻഡസ്ട്രി സാറിന്റെ ഫീൽഡ് അല്ലല്ലോ. തന്റെ സെക്യൂരിറ്റി കോൺട്രാക്ട് എന്നാ അവസാനിക്കുക? അടുത്ത വർഷം മാർച്ച് 24. അടുത്ത മാസം നിർത്താം. ഇനി സെക്യൂരിറ്റി കോൺട്രാക്ട് പുറത്തേക്ക് കൊടുക്കുന്നില്ല. അധ്വാനിക്കുന്നവനെ വളരാൻ ഇവിടെ ഉള്ളവന്മാരെ സമ്മതിക്കില്ല. இது ஏதோ நேர்மையான வழியில வந்து மேல வர மாதிரியா, இவர் ஏதோ பிடிச்சி அழுத்துற மாதிரியா? മീനാക്ഷി ഈ ബുക്ക് റെഫർ ചെയ്തോ? എന്റെ കസിൻ റെഫർ ചെയ്തോ? PSCയിലെ 101 ചോദ്യങ്ങൾ. താങ്ക് യു. ഇതായിരത്തൊന്നല്ലേ? യപ്പ്, 1001. ഇത് പഠിച്ചാൽ മതി, ക്രാക്ക് ചെയ്തിരിക്കും. മീനാക്ഷി ശരിക്കും PSC ടെസ്റ്റ് ക്രാക്ക് ചെയ്യണോ? വേണ്ട. പിന്നെ എന്തിനാണ് ഈ ബുക്കൊക്കെ റെഫർ ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? എൻ്റെ പേരേക്ക് ജോലി വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. മീനാക്ഷി വീട്ടിലിരുന്ന് ചില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ. നമുക്ക് ഒരുമിച്ച് ചില്ല് ചെയ്താലോ? அந்த போலீஸ் ഇന്നലെ FIR ഇട്ട കേസിന്റെ കക്ഷിയുടെ വക്കീലിനെ കാണാൻ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൗഫീഖിന്റെ കേസ് എന്തായി? ചേച്ചി ഇതൊന്നും നേരിട്ട് വരുമോ? എടി ഇതിന്റെ നോട്ടീസ് ശരിയല്ല. അതാ. അല്ല, വക്കീൽ എവിടെ? പുറത്തോട്ട് പോകുന്നുണ്ട്. എടി, ഫ്രോഡ് വക്കീലിനെക്കാളും നല്ലത് നമ്മുടെ വിൻസൻ ഡോക്ടർ അല്ലേ? കാശിന്റെ സ്വത്തിന്റെ കാര്യം വീട്. ഒന്നല്ലെങ്കിൽ നിനക്കൊരു പനി വന്നാ ഡോക്ടർ എടുത്തിണ്ടാവില്ലേ? ചേച്ചി, നമ്മളൊരു FD ഇടുമ്പോൾ നെക്സ്റ്റ് 5 years ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടല്ലേ ബാങ്ക് സെലക്ട് ചെയ്യുക. കല്യാണം എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? ചേച്ചി നോക്കിക്കോ, അടുത്ത 30 കൊല്ലത്തിനുള്ളിൽ വക്കീൽ ഇൻട്രസ്റ്റ് റേറ്റ് മൾട്ടിപ്ലൈ ആവും, ഗ്യാരണ്ടി. എന്തെങ്കിലും ചെയ്യും. കേട്ടോ കേട്ടോ. ഞായറാഴ്ച അല്ലേ, കുഴപ്പമുണ്ടാവില്ല. ഞായറാഴ്ച ആയതുകൊണ്ട് കല്യാണത്തിന് അവർക്ക് ലീവ് എടുക്കേണ്ടി വരില്ല. വക്കീലെ, താൻ വിൻസൻ ഡോക്ടറെ തോപ്പിക്കാനല്ലേ എന്നെ പ്രപ്പോസ് ചെയ്തേ? ഇവർക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. She has a good future. എന്റെ സെലക്ഷൻ കൊള്ളാം. Just like my decisions. എന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയിട്ടാണല്ലോ മീനാക്ഷി എന്നോട് യെസ് പറഞ്ഞത്. അതെ, വക്കീൽ ഇപ്പൊ കളിക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റില. അത് കോമ്പൗണ്ട് ആണെങ്കിൽ ഇനിയും കേസുകൾ വേണം. തൗഫിക്കിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഒപ്പിക്കാനാ പ്ലാൻ? വൂണ്ട് സർട്ടിഫിക്കറ്റിന് ആവശ്യമായ 2 ചേരുവകൾ. നമ്പർ 1 സെബാറ്റി ഡോക്ടറുടെ ലെറ്റർ പാഡ്. നമ്പർ 2 ഹോസ്പിറ്റൽ സീൽ. ഹോസ്പിറ്റൽ സീൽ എന്ത് ചെയ്യും? സൗണ്ട് എഫക്റ്റ് ഉണ്ടാക്കാം. நம்பர் 1 சொல்லி റബ്ബറിന്റെ എക്സ്ക്വിസിറ്റ്. தொடர்ந்து வந்துகிட்டே இருக்குது. എന്തിനാ വക്കീലെ ഈ ചീള് കേസിന് ഇത്രയും വലിയ പണിയെടുക്കുന്നത്? നമ്മുടെ കള്ളസാക്ഷി ഏജന്റ് ഫെഡറിക്കിനോടൊന്ന് പറ. വിത്തിൻ 1 hour സീൽ റെഡി. ഇയാൾക്ക് ചത്തിട്ടും വിവരം വന്നില്ല, മണ്ടൻ. അല്ലെങ്കിൽ പുറത്തെറിഞ്ഞ പ്രശ്നമാവും. വക്കീല് തന്നെ ഒരെണ്ണം ഉണ്ടാക്കുന്നത് നല്ലത്. ഒന്നും അല്ലെങ്കിൽ ഒരു കല പഠിക്കാലോ. വേറെ ആരെങ്കിലും കൊന്നാ മതിയായിരുന്നു. ஹாஸ்பிட்டல் சீல் ரெடி. இதே மாதிரிலாம் போயிட்டு இருந்தா ரொம்ப நாள் தாங்காது. ஆமா வந்துட்டான் ஃப்ரெண்டு. பக்காவா கிளம்பிருக்கான். പുതുപുത്തൻ ജെറ്റ് ബ്ലാക്ക് പാൻസ്, പ്രിസ്റ്റീൻ വൈറ്റ് ഷർട്ട്, ബിയർഡ് ക്ലീൻ ഷേവൻ ടു ദി ഡോട്ട്. മൈ ഗോഡ്, ഹെയർ ജെൽ. മീശ എൻ്റെതുപോലെ തന്നെ, എൻ്റെതിനേക്കാൾ നല്ലത്.
Shit. வேணு ஃபர்ஸ்ட் உன்னியை பார்த்தப்ப எப்படி ரியாக்ட் பண்ணானோ இப்போ உன்னி ராபினை பார்த்து பண்றான். വൂണ്ട് സർട്ടിഫിക്കറ്റ് ஓ இவன் இங்க ரெடி பண்ணிட்டு இருக்கான் சீல். വേറെ ഹോസ്പിറ്റലിൽ ഒന്നും നടക്കൂലെന്ന്. KPN ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കം. അതും മൾട്ടിപ്പിൾ ഫ്രാക്ചർ. கம்பனுக்கு கம்பம் வரதானே செய்வாங்கிற மாதிரி இருக்கு. പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്. അത് നീ മീനാക്ഷിയോട് പറഞ്ഞിട്ട് ERP തൗഫീഖിന്റെ പേര് ഡിലീറ്റ് ചെയ്താൽ പോരെ? എന്നെ അനുസരിച്ച് മാത്രം ശീലിച്ചവൻ സ്വയം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ദിസ് ഇസ് ഡേഞ്ചറസ്. ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ. അൺഅക്സെപ്റ്റബിൾ. ഉണ്ണി, നീ കാണുന്ന പോലൊന്നുമല്ല കാര്യങ്ങള്. നീ ആ ജ്യോതി വക്കീൽ ഒരുമിച്ചല്ലേ കിങ്ങാർ സാറിന് ജൂനിയർ ആയത്? ഹൈക്കോടതിയിൽ MLA രേഷ്മ ജോർജിന് കേസ് അപ്പീർ ചെയ്യുന്നതേ ഈ ജ്യോതി വക്കീല. ഞാനൊരു വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പാടുപെടുമ്പോൾ അവള് ഹൈക്കോടതിയിൽ വാദിക്കാൻ പോകുന്നു. അതും ഒരു ഹൈ പ്രൊഫൈൽ കേസ്. ടൈം ഫ്ലൈസ് മാൻ. ദിസ് ഇസ് നോട്ട് ഫെയർ. ப்ராப்பர் சைக்கோபாத். இவனுக்கு என்ன காத்திருக்கோ? സ്ക്രൂ യു, സ്ക്രൂ ഹർ. മുൻ MLA രേഷ്മ ജോർജിനെതിരെയുള്ള കേസ് ഈ ബുധനാഴ്ച ഹൈക്കോടതി വാദം കേൾക്കുകയാണ്. അടുത്ത മാസം നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ രേഷ്മ ജോർജ് സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് ഈ വിധി നിർണായകമാണ്. ഹൈക്കോർട്ട് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടാണോ ഓ എഗെയിൻസ്റ്റ് അപ്പീറോ പോറോ? അനൗൺസ് ചെയ്യാത്തത്? ഇലക്ഷനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. കേസിനെ പറ്റി വക്കീലിന് എന്താ പറയാനുള്ളത്? കേസിന്റെ കാര്യത്തിൽ തീർച്ചയായും പ്രതീക്ഷയുണ്ട്. സത്യം ജയിക്കും, അത് ഉറപ്പാണ്. സത്യം ജയിക്കും. ഇത്രയും ഇമ്പോർട്ടന്റ് ആയ കേസിൽ എന്തുകൊണ്ടാണ് ഗംഗാധരൻ വക്കീൽ അപ്പീർ ചെയ്യാതെ ജൂനിയറിനെ അപ്പീർ ചെയ്യിക്കുന്നത്? തോക്കാൻ സാധ്യതകളുണ്ട്. സാറിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കേസിന് അപ്പിയർ ചെയ്തത്. പിന്നെ ഈ കേസിന് സ്റ്റാർട്ടിംഗ് തൊട്ട് ഞാൻ സാറിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കേസ് എന്റെ കരിയറിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എല്ലാവരും അവരവരുടെ കരിയറിൽ വളർച്ച ആഗ്രഹിക്കില്ലേ? എല്ലാവരും അവരവരുടെ കരിയറിൽ വളർച്ച ആഗ്രഹിക്കില്ലേ? ஐயோ இவங்க ജ്യോതിയുടെ തലയിൽ വളർച്ച എന്നതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. എമറൽഡ് ടവേഴ്സിൽ ഗംഗാധരൻ വക്കീലിന്റെ ഓഫീസിന് തൊട്ട് താഴെ സ്വന്തമായൊരു സ്പേസ്. നോ, അങ്ങനെ നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റില്ല. ഐ വാസ് ഓൾവേസ് ബെറ്റർ ദൻ യു, വിൽ ബി ബെറ്റർ ദൻ യു. அவதான் ட்ராக்ல இல்லையாடா, நீ ஏன்டா அவளுக்கு போய் போட்டி போட்டுக்கிட்டு இருக்கு? 1.5 കോടി രൂപ. സൈക്കോപാത്ത്. 1.5 കോടി രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ആഗ്രഹിക്കുന്നിടത്ത് നീ എത്തുന്നതിന് മുമ്പ് போய் முன்னாடி அதை வாங்க போறானா? അതിന് ഞാൻ ഓണർ പുറത്താ ഉള്ളത്. ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ വക്കീലെ. തൗഫീഖിന്റെ കേസ് നാളെ വിളിക്കുകയോ? വിളിച്ചോ? തൗഫീഖ് താടി വേണ്ട. 2022 തൗഫീഖ് അഹമ്മദ്, അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി. ഓപ്പോസിറ്റ് പാർട്ടി ന്യൂ ലാൻഡ് ഇൻഷുറൻസ്, അഡ്വക്കേറ്റ് ജ്യോതി ലക്ഷ്മി. ഓ ഇവ ജാനിക്ക. ആർത്തി പണ്ടാരം. பேராசை விட்டு ഗംഗാധരൻ എന്താ ഹെൽത്ത് ഇഷ്യൂ? മൂലക്കുരുവാണ്. പൊട്ടാൻ പോകുന്ന കേസ് വെറുതെ ഏറ്റുപിടിക്കണ വക്കീലെ. നിനക്ക് വക്കാലത്ത് തരാത്ത എല്ലാ കേസും പൊട്ടാറുണ്ടോ? ജയിക്കാൻ സാധ്യത കുറവായിരിക്കും. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. കേസ് അടുത്ത മാസം 18-ാം തീയതി നടക്കുന്ന അദാലത്തിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. EP 105/2021 ജനാർദ്ദനൻ, അഡ്വക്കേറ്റ് നെൽസൺ കുരുള. ഓപ്പോസിറ്റ് പാർട്ടി ഫീനിക്സ് ഇൻഷുറൻസ്, അഡ്വക്കേറ്റ് ജിനുമോൻ മണി. என்ன கொடுக்குறான்? தெரியல. വെഡിങ് ഫീനിക്സ് ഇൻഷുറൻസിന്റെ മാനേജർ മീനാക്ഷി, പാവംകുട്ടി. വക്കീലിന്റെ കല്യാണം ഫിക്സ് ചെയ്തല്ലേ? ഹാ അറേഞ്ച്ഡാ? അതെ. എന്തേ? ഇനി ഇത് മാറണം. ഞങ്ങളുടെ ലവ് മാരേജാ. இதுக்கு நீ கேவலமா அசிங்கமா தான் பார்க்கணும் அவனை நீ. ഇവൾക്ക് പൊറാമ. റോബി, നീ അദാലത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പേഴ്സ് റെഡിയാക്കി മൺഡേ സതീഷിനെ ഏൽപ്പിച്ചേക്ക്. മണ്ടേ ബിസിയാ. ഒരു പെണ്ണാണ് പോണം. അൺഅക്സെപ്റ്റബിൾ. എന്താ നിനക്ക് മാത്രം കിട്ടാവോ? പെൺകുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. മീനാക്ഷി വെറും റിസപ്ഷനിസ്റ്റ്, അവന്റെ പെണ്ണ് സോഫ്റ്റ്വെയർ. ஐயோ പ്രോപ്പർ സൈക്കോപാത്ത്. സതീഷ് ചേട്ടാ, തൗഫീഖിന് കേസ് ഫയൽ ഒന്ന് തരുമോ? ഞാൻ അതിന്റെ കോപ്പി എടുക്കാൻ വിട്ടു. ആ, തൗഫീഖ് അഹമ്മദ് ആ അല്ലേ? തന്നെ. വേഗം തിരിച്ചരില്ലേ? ആ തരാം. നോ വാട്ട്? ഇവളെന്താ ചെയ്യുന്നത്? ഐ നോ ദാറ്റ് ലുക്ക്. ഈ മെർക്യൂറി ട്രോമ കെയറിലെ ഇതിന് മുന്നത്തെ ഏതെങ്കിലും ഫയൽ ഉണ്ടോ? മൊർക്കുറി. വൂണ്ട് സർട്ടിഫിക്കറ്റ്. കോപ്പി എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. ആ വക്കീലെ, ഫയല് ഊണഴിക്കണ്ടേ? ജ്യോതി വക്കീല് ചേംബർ വരെ ഒന്ന് വരണം. ഹാ. റിവീറ്റ് അടിக்க போறாங்க அவனுக்கு. അത് ജഡ്ജിന് മനസ്സിലായിട്ടുണ്ട്. എന്താ പറ്റിയ Where did I go wrong? I can't. ஏதோ ஒரு ഈഗോ പാത്തിട്ട് അങ്ങോട്ട് വെക്കാൻ മുട്ടാണല്ലോ നിങ്ങളെ. ഞാൻ കഴിച്ചിട്ട് വരാം. എങ്ങോട്ടെങ്കിലും പോടോ. അത് കഴിഞ്ഞു. നീ എന്താ ഇത്? ഇത് നീ ഉണ്ടാക്കിയാണോ? This imbecile is getting on my nerves. அப்ப கொடுக்கலாம் அவன். അതാ കരിയർ തരുന്നത്. அவன் KPN ல இருந்து வந்து கொடுத்தான்ல, அது கொடுக்கல. டஸ்ட்பின்ல போட்டான். ഫയല് ചോദിക്കുന്നുണ്ട്.
டூப்ளிகேட் சீலை கண்டுபிடிச்சாங்களா? ജഡ്ജിന് മനസ്സിലായി. ஸ்க்ரோல் அவனே சொல்லிக்கிறான். ഇതിൽ നിന്ന് പുറത്തു വരാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സർ 121/2022 ഞാൻ പിൻവലിക്കുകയാണ്. ഭയങ്കരം. കൺഫേം பண்ணிட்டாங்க. ഇതിനെന്താ എക്സ്പ്ലനേഷൻ വക്കീലേ? എന്താ സാർ, എന്താ കുഴപ്പം? വക്കീലെന്താ പൊട്ടം കളിക്കുക? ഈ ഹോസ്പിറ്റൽ സീലിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. സാർ, ഇത് കക്ഷി എന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ് ആണ്, വേറൊന്നും എനിക്കറിയില്ല. ഈ സീലിലെ 2 പാമ്പുകളിൽ ഒരെണ്ണം എവിടെ പോയി? ഊണ് കഴിക്കാൻ പോയാ? 2 പാമ്പ്? I don't get this. ഇത് പുതിയ ലോഗോ, ഇത് പഴയത്. 2 ലോഗോ. ഹലോ, ഞാൻ ആ ലോഗോ മാറ്റാൻ പറഞ്ഞാണല്ലോ. വേറെ വല്ല ஓ ഡിസ്കൗണ്ട്? பழசை எடுத்து அடிச்சிருக்காங்க. ചെയർമാന്റെ മോന്റെ പുതിയ പരിഷ്കാരം. പാമ്പിന്റെ തലയുള്ള ഒരു വൃത്തികെട്ട ലോഗോ. ഇപ്പൊ പരിഷ്കരിച്ച് വാലിരിക്കേണ്ട സ്ഥലത്തും കൂടെ തല കൊണ്ട് വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ലോഗോ മാറ്റിയാ ഞാനെങ്ങനെ അറിയാം. ഈ ലോഗോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് അപ് ടു ഡേറ്റ് ആണോ എന്ന് നോക്കണം. ശരിയാണ്. 7 കൊല്ലം തന്നെ പോലെ പ്രാക്ടീസ് ചെയ്തിട്ടാ ഞാനും ഈ സീറ്റിൽ കയറി ഇരിക്കുന്നത്. ഉണ്ടായ സീലും ഉണ്ടാക്കിയ സീലും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. സർ പ്ലീസ്, ഈ സൺഡേ എന്റെ കല്യാണമാണ് സർ. കൺഗ്രാറ്റുലേഷൻസ്. അതിനു മുമ്പ് തന്നെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമാക്കി തരാം. ஒழுங்கா அவன் கொடுத்தத வச்சுக்கலாம். ഉണ്ണി, ഇത് ഈ ഒരു എക്സ്റ്റെൻഡ് വരെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും. ഞാൻ ഇനി ഇതിൽ ഇൻവോൾവ് ആവില്ല. இவனை ப்ராக்டிஸ் பண்ண கூட சொல்றாங்கல்ல எப்படினாலும் கொஞ்ச நாளைக்கு. മൈക്രോസ്കോപ്പിക് ലെവലിലെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എനിക്ക് ഇതെങ്ങനെ സംഭവിച്ചു? ഹോളി കൗ. നീ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു? ജഡ്ജിയാണ് സാക്ഷി. ഓൾറെഡി നിനക്കെതിരെ എന്തായാലും കംപ്ലൈന്റ് ഉണ്ടാവും. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഉണ്ണി? മര്യാദ കുറെ ഞാൻ തന്നല്ലേ. ഇവൻ അതിര് കിടക്കുന്നു. പുതിയ നമ്പർ. ഹലോ, അഡ്വക്കേറ്റ് മോഹനനുണ്ണിയല്ലേ? അതെ. ഇത് DSP ശ്രീറാം സാറിന്റെ ഓഫീസിൽ നിന്നാ. സാറിനെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരാടാ? എടാ ആരാന്ന്? DSP ശ്രീറാം, പണിഷ്മെന്റ് ട്രാൻസ്ഫർ വായിക്കല്ലേ சொல்லிக்கலாம். റൈറ്റിയസ് പോലീസ് ഓഫീസർ. മോട്ടോർ വാഹന ഇൻഷുറൻസ് തട്ടിപ്പ് കേസിലെ അഭിഭാഷകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഡ്വക്കേറ്റ് ജോഷി അഗസ്റ്റിനെ DSP ശ്രീരാമിന്റെ ടീമാണ് കോടതി വളപ്പിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കോടതി വളപ്പിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ശുദ്ധ പോക്രിത്തരവും തെണ്ടിത്തരവുമാണെന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി പ്രദീപ് കുമാർ തുറന്നടിച്ചു. കോടതിക്ക് മുമ്പിൽ സമാധാനപരമായി കുലുക്കി സർവത്ത് കുടിച്ചോണ്ടിരുന്ന ജോഷി വക്കീലിനെ ഒരു വണ്ടി പോലീസുകാരുമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടത്. ഇങ്ങനെയുള്ളവരൊക്കെ സർവീസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടത്. ശ്രീരാം സാർ, നിങ്ങളുടെ ഈ ചൂടൻ സ്വഭാവം തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ സ്ഥലമാറ്റത്തിന് കാരണം? 65 ലക്ഷം രൂപയുടെ കള്ളക്കേസാണ് 6 മാസം കൊണ്ട് ഈ വക്കീൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിന്റെയും രജിസ്ട്രാറിന്റെ അനുവാദത്തോടെ തന്നെയാണ് ഈ അറസ്റ്റ് നടത്തിയത്. പിന്നെ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്നവർക്കെതിരായി ഡിപ്പാർട്ട്മെന്റ് തീർച്ചയായും ആക്ഷൻ എടുത്തിരിക്കും. ഇവന്റെ ചെറുപ്പത്തിൽ ഇവന്റെ അപ്പൻ ചത്തത് ആക്സിഡന്റിലായതുകൊണ്ട് ആക്സിഡന്റ് കേസസ് നിന്ന് കിട്ടുന്നത് ബ്ലഡ് മണിയാണെന്ന് വിശ്വസിക്കുന്ന ജ്യോതിയെ പോലെ മറ്റൊരു ഇമോഷണൽ ഫൂൾ. അവൻ തന്നെ ഒളുങ്ങാ ഇരിക്കാൻ. 121/2022 തോഫിക് അഹമ്മദ്. ഇത് വക്കീലിന്റെ കേസല്ലേ? ചന്ദനക്കുറി. ഇവൻ അമ്പലത്തിൽ പോയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ കേസിൽ ഫേക്ക് വൂണ്ട് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തതിന്റെ പേരിൽ വക്കീലിനെതിരെ ഒരു കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ട്. വക്കീലൊന്നും പറയാനില്ലേ? അതോ ഇനി മജിസ്ട്രേറ്റിന് മുന്നേ പോയിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ, പെറ്റീഷന് തന്ന സർട്ടിഫിക്കറ്റാ എന്ന് പറയാനാണോ? സെക്ഷൻ 464A, 464D, 466, 472 സംഘവേഷൻ സാറിന്റെ മൊഴിയോടെ കിട്ടിയാൽ പിന്നെ വക്കീലിന്റെ അറസ്റ്റാ. അല്ല, വക്കീലിന്റെ കല്യാണമല്ലേ നാളെ? ഹാപ്പി മാരിഡ് ലൈഫ്. எனக்கு என்ன ஒன்று சொல்றது பார்த்தா மேரேஜ் ஆகாதுன்னு நினைக்கிறேன். ഹീസ് പ്ലാനിങ് ടു അറസ്റ്റ് മീ. ആദ്യ രാത്രി മീനാക്ഷി ലൈംഗികമായ ചില ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും എനിക്കതൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഷീ ഈസ് ഡിസപ്പോയിന്റഡ്, ബട്ട് ഐ വിൽ കേറ്റർ ടു ഹർ നീഡ്സ് ലേറ്റർ. നൗ ഐ ഹാവ് മൈ നീഡ്സ്. வீடு நல்லா இது பண்ணிட்டு அவ்வளோ போலயே. ஒரு சூரிய வம்சத்தில் வரும்னு ஒரு பாட்டு ஒன்று போட்டானுங்களே நடுவில். மணி தானே ஏதோ பிளான் பண்ணிருக்கான். ஓ, அந்த கோர்ட்ல இருக்கவன். ஆமா, സർട്ടിഫിക്കറ്റ് മാറ്റി വെച്ചോണ്ട് കാര്യമുണ്ടോ? സംഘവിശ്വാസം കണ്ടല്ലേ? അല്ല, തൊണ്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ കേസ് നിൽക്കല്ലോ സതീശ. ജഡ്ജി സാക്ഷിയായ കേസാണ്. ഇതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല വക്കീലെ. സതീഷ് ഒന്ന് ട്രൈ. മുകുന്ദൻ, നിങ്ങളൊരു വക്കീലല്ലേ? ഇതിന്റെ സീരിയസ്നെസ് ഞാൻ പറഞ്ഞിട്ട് വേണോ മനസ്സിലാവാൻ? அங்க தொட்டு இங்க தொட்டு கடைசியில் ஜட்ஜே கையாடி.
വക്കീലെ ഹാപ്പി മാരീഡ് ലൈഫ്. എന്നെ വിളിച്ചില്ലല്ലേ, എനിക്ക് നല്ല സങ്കടം. என்ன வச்சிருக்கான் உள்ள? വരാം, ഞാൻ ഉണ്ടാക്കാം. ഓ இவன் பிளான் போட்டான் போல. அவ்வளவுதான், அவனுக்கு கெட்ட காலம் ஆரம்பிச்சுன்னு நினைக்கிறேன். എല്ലാ വാതിലുകളും അടഞ്ഞു. തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല എക്സെപ്റ്റ് വൺ. ஓ போறானா? அதான் சொன்னானே சோகத்துக்கு செத்துருன்ட்டு. ഓക്കെ, നമ്മുടെ ഫേക്ക് വുഡ് സർട്ടിഫിക്കറ്റ് കേസിൽ എൻക്വയറിക്ക് ഓർഡർ ആയിട്ടുണ്ട്. ജഡ്ജ് ഇൻവോൾവ് ആയ കേസല്ലേ. DSP ശ്രീറാം സാർ നേരിട്ട അന്വേഷണം. മനുഷ്യനാ, ഒരു ഇളവും പ്രതീക്ഷിക്കണ്ട. யாரா வரானா? കൂടി കഴിഞ്ഞിട്ട് അറിയിച്ചാൽ മതിയായിരുന്നു. ഞാനും പെടും. അങ്ങനെ ഇങ്ങനെ സംഭവിച്ച പാടത്ത് തളിക്കാൻ വെച്ച പനാമറെടുത്ത് ഞാൻ ഇയാളെന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നു? സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാ പോരെ? സ്ലീപ്പിംഗ് പിൽസ്, പെയിൻലെസ് ഡെത്ത്, സുഖമരണം. ഓർമ്മയുണ്ടല്ലോ, തോൽക്കുന്നതിനേക്കാൾ നല്ലത് ചത്തു തൊലയുന്നതാ. പ്രോപ്പർ സൈക്കോസ്. പക്ഷെ അതിനു മുന്നേ ഞാൻ അവസാനമായിട്ടൊന്ന് കൂട്ടിട്ട് നിൽക്കട്ടെ. ஐயோ, ഇത് സീക്കിരാമ കൂടെ തെരല നന്നായിട്ടുണ്ട്. ഹണിമൂൺ പോകാൻ പറ്റിയ വേഷം. ഒന്ന് വയസ്സായിട്ട് മാറും വക്കീലെ, ബസ്സിന്റെ സമയമായി. ஓகே, நம்ம வந்து பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பை பாய்.